Hello guys, welcome back to my channel. This is Faumi's World. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ എൻ്റെ വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് മിസ്സാകാതെ കാണാൻ പറ്റും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ അറബി മന്തി റെസിപ്പിയാണ്. അതിനായി ഫസ്റ്റ് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. ഒരു പാത്രത്തിൽ കുരുമുളകും ഉപ്പും വെള്ളം ഒഴിച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊന്ന് എടുത്ത് മാറ്റുകയാണ്. അതിന് ശേഷം നമുക്ക് 2 തക്കാളിയും 4 പച്ചമുളകും മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഒരു പാത്രത്തിൽ 4 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിക്കുക. അതിലേക്ക് ഒരു ഉള്ളി കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കഷ്ണം പട്ട, 3 ഗ്രാമ്പും 3 ഏലക്കയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആഡ് ചെയ്യാം. 1ന്റെ പകുതി മതി ക്യാരറ്റ്. അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇടാൻ പോകുന്നത് മസാലപ്പൊടികളാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, 2 ടേബിൾ സ്പൂൺ കബ്സ മസാല കൂടി ഇതിലേക്ക് ഇടണം. ഇത് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തക്കാളി പച്ചമുളക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ്റെ വെള്ളവും കൂടി ചേർത്ത് 4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഉണക്ക ചെറുനാരങ്ങ കൂടി ആഡ് ചെയ്യാം. പിന്നെ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ബസ്മതി അരി, 2 ഗ്ലാസ് ബസ്മതി അരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് മൂടി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. കുഴിമന്തിയുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. കണ്ടല്ലോ, ചിക്കൻ നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അറബിക് കുഴിമന്തീൻ്റെ ഒരു ടേസ്റ്റ് വരാനായിട്ട് ഞാനൊരു ചാർക്കോൾ കത്തിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അത് പുകയുമ്പോൾ നമുക്ക് ഈ ചോറിൽ ഒരു 5 മിനിറ്റ് വെച്ച് മൂടി വെക്കാം. നല്ല കുഴിമന്തി മണം വരും. അപ്പോൾ അതിന് ശേഷം നമുക്ക് നേരത്തെ പൊരിച്ച് വെച്ച് ചിക്കൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇതിൻ്റെ സ്പെഷ്യൽ സോസാണ്. അതിനായി നമുക്കൊരു തക്കാളി, ഒരല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു പച്ചമുളകും, കുറച്ച് വിനെഗർ കൂടി ആഡ് ചെയ്ത് ഇതൊന്ന് അരച്ചെടുക്കാം.
സോസ് റെഡി. ഇനി ആരും അറബി കുഴിമന്തി കഴിക്കാൻ ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ പോയി കഷ്ടപ്പെടേണ്ട. വീട്ടിൽ തന്നെ വളരെ ഈസിയായി ചെയ്യാവുന്ന ഒന്നാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.